മച്ചന്മാരെ, ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു AC/DC ക്ലാമ്പ് മീറ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം 8 മാസത്തിനടുത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ എല്ലാവരും ഈ ഒരു മുതൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് AC-യിലും DC-യിലുള്ള കറണ്ട് എത്രയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതല്ലാണ്ട് മറ്റുപയോഗങ്ങൾ നടക്കുമെങ്കിലും കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര ആംബിയർ എടുക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമ്മളെ സായിപ്പന്മാരുടെ യൂട്യൂബ് വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സായിപ്പന്മാർ ഈ ഒരു ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്നത് കാണാൻ സാധിക്കും. മോഡൽ നമ്പർ സെയിം ആണെങ്കിലും ചിലപ്പോൾ ബ്രാൻഡ് മാറ്റമുണ്ടാകും. പക്ഷേ ഒരു കാര്യം, എല്ലാം മേഡ് ഇൻ ചൈന തന്നെ കേട്ടോ. ചൈന എന്ന് വെച്ചാൽ ക്വാളിറ്റി ഇല്ലെന്നല്ല, നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്ലാമ്പ് മീറ്ററാണ് ഇത്. എന്തായാലും നമ്മൾ ഇതിൻ്റെ പെട്ടി അടിപൊളി ഒരു പെട്ടിയാണ്. ആ പെട്ടി തുറന്നു കഴിയുമ്പോൾ നല്ല അടിപൊളി ഒരു ബാഗിലാണ് ഈ ഒരു മുതൽ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനൊരു ബാഗാണ്. ഏത് കൂതറ ക്ലാമ്പ് മീറ്റർ മേടിച്ചു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു ബാഗ് കിട്ടും. അത് വേറൊരു കാര്യം. ബാഗ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്ലാമ്പ് മീറ്ററും പിന്നെ കുറച്ച് കേബിൾസുമാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. AC-യും DC-യും കറണ്ടൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ വേറെയും 2-3 മാർഗ്ഗങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കറണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി. അതൊക്കെ വെച്ച് ഞാൻ ആംബിയർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം എല്ലാം വലിയ മാറ്റമൊന്നുമില്ല, കറക്റ്റാണ്. അതുകൊണ്ട് ഏകദേശം കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിൾസൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയൊന്നും പൊട്ടിപ്പോകാനൊന്നും ചാൻസ് ഒന്നുമില്ല. നമ്മൾ 150 രൂപയ്ക്ക് മേടിക്കുന്ന മൾട്ടിമീറ്റർ കിട്ടുന്ന പോലത്തെ തല്ലിപ്പൊളി കേബിളൊന്നുമല്ല. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ഇതിനുണ്ട്. നമ്മൾ TV-യുടെ റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ട്രിപ്പിൾ A സെല്ലാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. 2 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. 2 സെല്ലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സാധനം വർക്കാവും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് BPLൻ്റെ റീചാർജബിൾ സെല്ലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സെല്ലാണ്. ഇപ്പോൾ അങ്ങനെ മേടിക്കാൻ കിട്ടുന്നില്ല. ഇടയ്ക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്, എന്നാലും ഔട്ട് ഓഫ് സ്റ്റോക്കാണ് മിക്ക സമയത്തും. നല്ല സെല്ലാണ്. സെല്ലിട്ടതിന് ശേഷം നമ്മൾ ഈ സ്ക്രൂവൊക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നിലത്തിയടിക്കഴിഞ്ഞാൽ അങ്ങനെ ഊരിയൊന്നും പോകുന്നില്ല. വളരെ ചെറുതാണ് ഈ ഒരു മുതൽ. നമുക്ക് ഈസി ആയിട്ട് കയ്യിൽ പിടിക്കാവുന്ന ഒരു ഇതാണ്. നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം. വളരെ ചെറുതാണ്, പക്ഷെ അത്യാവശ്യം വെയിറ്റുമുണ്ട്, ക്വാളിറ്റിയുമുണ്ട്. അങ്ങനെയൊന്നും തകരാറൊന്നും വരാൻ ചാൻസ് കുറവാണ്. ഇത് നിലത്തിയടയിലൊന്നും അങ്ങനെ പൊട്ടിപ്പോകാനൊന്നും ചാൻസ് കുറവാണ്. പിന്നെ നിലത്തിയടി കഴിഞ്ഞാൽ വർക്കാവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ നിലത്തൊന്നും ചാടിയിട്ടില്ല. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, AC-യുടെയും DC-യുടെയും കറണ്ടും വോൾട്ടും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുമാണ് നമുക്ക് വളരെ കുറഞ്ഞ AC/DC വോൾട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. പിന്നെ കപ്പാസിറ്റർ, നമ്മുടെ ഡയോഡ്, കണ്ടിന്യൂ ടെസ്റ്റ്, അങ്ങനെ മൾട്ടിമീറ്ററുള്ള കുറേ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വെട്ടമുള്ള ഒരു LED ലൈറ്റ് ഇതിനകത്തുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കത്തിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ചെറിയ വെട്ടമൊക്കെ നമുക്ക് ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് കത്തിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അതിനായിട്ട് ഈ ബട്ടൺ ഞെക്കിയാൽ മതി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആ ഒരു തിരിക്കുന്ന സ്വിച്ച് ആണെങ്കിലും ബാക്കിയുള്ള ബട്ടൺ ആണെങ്കിലും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ക്വാളിറ്റി ഉണ്ടെന്ന്. നിങ്ങൾ ഏതും ക്ലാമ്പ് മീറ്ററാണ് ഉപയോഗിക്കുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെയാണെങ്കിൽ ഇതിനകത്ത് ഒരു NCB എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ കുറച്ച് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവും. അതിനുശേഷം നമ്മൾ ഒരു കേബിളിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ ലൈവായിട്ട് സപ്ലൈ പോകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സൗണ്ട് കേൾക്കും. വയർ എവിടെയെങ്കിലും കട്ടായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആ സൗണ്ട് കേൾക്കില്ല. അങ്ങനെ നമുക്ക് എവിടെ കട്ടായി എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ DC-യുടെ കറണ്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 3.4 ഒക്കെയാണ് കിട്ടുന്നത്. ഇത്ര ആംബിയറാണ് നമുക്ക് DC-യിൽ ലഭിക്കുന്നത്. DC-യിലും AC-യിലും നമുക്ക് ഇതിനകത്ത് ആംബിയർ ചെക്ക് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു ആംബിയർ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേയിൽ ഓറഞ്ച് കളറായിട്ട് കത്തുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് AC ആണോ DC ആണെന്ന് അറിയാൻ സാധിക്കും. ഇവിടെ നമുക്ക് DC-യിലാണ്, അതുകൊണ്ട് DC എന്ന് കാണിച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. ഇനി നമുക്ക് AC ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് AC-യിൽ ഇപ്പോൾ 6.2 ആംബിയറൊക്കെയാണ് ഈ ഒരു കേബിളിൽ കൂടെ പോകുന്നത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ. ഇനി നമുക്കിതിൻ്റെ കേബിൾ നോക്കാം. അടിപൊളി കേബിളാട്ടോ. നമുക്കിനി
വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം. മൾട്ടിമീറ്ററിലും നമ്മുടെ ക്ലാമ്പ് മീറ്ററിലും ഏകദേശം സെയിമാണ് കാണിക്കുന്നത്. 13.33 മൾട്ടിമീറ്ററിൽ 13.35 കാണിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, വലിയ മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് എ സിയിലേക്ക് മാറ്റാം. ഇപ്പോൾ നമുക്ക് കെ എസ് ഇ ബിയിൽ എന്തോരം കിട്ടുന്നു കൊണ്ട് നോക്കാം. ഇവിടെ നമുക്ക് കെ എസ് ഇ ബിയിൽ 235 വോൾട്ടാണ് കെ എസ് ഇ ബിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് നടത്തി നോക്കാം. നമ്മളിവിടെ നമ്മുടെ സോൾഡറിങ് അയണിൻ്റെ എർത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എർത്ത് ഇവിടെ പക്കയാണ്, കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ട്. അതായത് ഒരു വയറെടുത്തിട്ട് അതിൻ്റെ ഒരു തുമ്പറ്റത്തും മറ്റൊരു തുമ്പറ്റത്തും നമ്മൾ പിടിച്ചു വെക്കഴിഞ്ഞാൽ അതിനകത്ത് കണക്ഷൻ കട്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇങ്ങനെ അറിയാൻ സാധിക്കും. ഇനി നമുക്ക് എത്ര ഡിഗ്രി ഒരു ചൂട് നമ്മുടെ പുറത്തുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടെമ്പറേച്ചർ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ 31 കാണിക്കുന്നത്. ഈ ഒരു കേബിൾ വെച്ചാണ് അത് നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുന്നത്. നമുക്ക് പല ഐറ്റത്തിന് ടെമ്പറേച്ചർ നോക്കാം. പിന്നെ ഇവിടെ കുറഞ്ഞ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കപ്പാസിറ്റർ ഡയോഡൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതൊന്നും ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല.